ഹായ്. SSC സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് ഏറ്റവും ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂഷൻ. നമ്മൾ എപ്പോഴും ന്യൂസിലൊക്കെ കേൾക്കുന്ന CBI, എൻഫോഴ്സ്മെൻറ്റ്, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വളരെ ടോപ്പ് ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്കുള്ള റിക്രൂട്ട്മെൻ്റ് ആണ് നമ്മുടെ SSC സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ കണ്ടക്ട് ചെയ്യുന്നത്. എല്ലാ വർഷവും റെഗുലറായിട്ട് ഹ്യൂജ് വേക്കൻസി ലൈക്ക് 1,00,000+ വേക്കൻസിക്കാണ് നമ്മുടെ SSC പല എക്സാംസ് വഴി ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത്. അപ്പോൾ ഈ ഒരു റിക്രൂട്ട്മെൻറ്റിൽ നമുക്ക് ഒരുപാട് എക്സാംസ് ഉണ്ട്. ഒരു എക്സാം അല്ല വരുന്നത്, ഒരുപാട് എക്സാംസ് ആണ് വരുന്നത്. ആൻഡ് ഇതിലൊക്കെ തന്നെ ഒരുപാട് വേക്കൻസീസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ എത്രത്തോളം വേക്കൻസിക്കാണ് ഓരോ എക്സാം വിളിക്കുന്നത്, അത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ നമുക്ക് എത്ര എണ്ണം അപ്ലൈ ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻ എന്താ, ഏജ് ലിമിറ്റ് എന്താ, എക്സാമിൻ്റെ പാറ്റേൺ എന്താ, സിലബസ് എന്താ, എല്ലാത്തിനും ഫിസിക്കൽ എക്സാമിനേഷൻ ഒക്കെ ഉണ്ടോ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഡിഫറെൻറ്റ് ഡൗട്ട്സ് ആണ് നമുക്ക് വരുന്നത്. അതുപോലെ വരുന്ന പോസ്റ്റുകൾ എന്താ, ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ SSCയുടെ CGL 36 പോസ്റ്റുകളുണ്ട്. അപ്പോൾ ഒരുപാട് പോസ്റ്റുകളാണ് അവിടെ വരുന്നത്. അതും വളരെ നല്ല നല്ല പോസ്റ്റുകൾ, CBI ഓഫീസർ, അതുപോലെ ഇൻകം ടാക്സിൻ്റെ ഓഫീസർ, അങ്ങനെയുള്ള പ്രിവെൻറ്റീവ് ഓഫീസർ, കസ്റ്റംസ് ഓഫീസർ, യൂണിഫോം പോസ്റ്റുള്ളത്, നോൺ യൂണിഫോം പോസ്റ്റുള്ള പോസ്റ്റുകൾ, അങ്ങനെ ഒരുപാട് പോസ്റ്റുകളാണ് അവിടെ വരുന്നത്. അപ്പോൾ ഇത്രയും തോളം പോസ്റ്റുകൾ, അപ്പോൾ ഓരോ എക്സാമിൻ്റെ ഇടയിലും അങ്ങനെ എന്തൊക്കെ പോസ്റ്റുകളുണ്ട്, ഇങ്ങനെ ഒരുപാട് ഡൗട്ട്സ് ആണ് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നവർക്ക് വരുന്നത്. അപ്പോൾ ആദ്യമായിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുന്ന ഒരുപാട് പേര് കാണും. അപ്പോൾ ഇപ്പം ജസ്റ്റ് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നവർക്ക് ഇങ്ങനെ ഒരുപാട് ഡിഫറെൻറ്റ് ഡൗട്ട്സും കാണും. ഞാനിപ്പം പറഞ്ഞ പോലത്തെ ഡൗട്ട്സും ഇതല്ലാത്ത ഒരുപാട് ഡൗട്ട്സും. അപ്പോൾ ഈ ഡൗട്ട്സ് എല്ലാം തന്നെ ക്ലിയർ ചെയ്തുകൊണ്ട് എക്സാമിൻ്റെ പാറ്റേൺ എന്താ, സിലബസ് എന്താ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ഒരേ സിലബസ് ആണോ വരുന്നത് അതോ ഡിഫറെൻറ്റ് സിലബസ് ആണോ വരുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ നിങ്ങൾക്കുള്ള എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ആ ഡൗട്ട്സ് ഒക്കെ തന്നെ നിങ്ങൾക്ക് ചോദിച്ച് ക്ലിയർ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടി നമ്മൾ ഈ വരുന്ന മെയ് 18 ഒരു ഫ്രീ സെഷൻ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഫ്രീ ഇൻട്രാക്റ്റീവ് സെക്ഷനാണ് അത്. അപ്പോൾ ഈ ഒരു ഇൻട്രാക്റ്റീവ് സെഷൻ കണ്ടക്ട് ചെയ്യുന്നതിൽ മെയിൻ എയിം എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ ഡൗട്ട്സ് ഒക്കെ തന്നെ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സെഷനിൽ നിങ്ങൾക്ക് ഉള്ള ഡൗട്ട്സുകളൊക്കെ തന്നെ നിങ്ങൾക്ക് ലൈവായിട്ടും ചോദിക്കാം. അറ്റ് ദ സെയിം ടൈം നമ്മൾ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇതിനു വേണ്ടി ഫില്ല് ചെയ്യാം, രജിസ്ട്രേഷൻ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ആ ഒരു ഡൗട്ട്സും നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് തന്നെ ചോദിക്കാം. ഇത് കൂടാതെ എന്തെങ്കിലും ഡൗട്ട്സ് എക്സ്ട്രാ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ആ ഒരു മെയ് 18 8 മണിക്ക് ആ ഒരു ഇൻട്രാക്റ്റീവ് സെഷനിൽ നിങ്ങൾക്ക് ചോദിക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ വരുന്ന മെയ് 18 8 PM ഈ ഒരു സെഷനിൽ നമുക്ക് മീറ്റ് ചെയ്യാം. ഇപ്പം തന്നെ രജിസ്റ്റർ ചെയ്യൂ. താങ്ക്